പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് ഈശോയെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി, മക്കളുടെ പരീക്ഷാ വിഷയത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, കണ്ണുനീരോടെ, ചിലപ്പോഴെങ്കിലും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്തതിന്റെ നൊമ്പരത്തോടെ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയില് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഏറെ കാണുന്നു, കേൾക്കുന്നു, അത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഈ മക്കളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകുന്ന അനുഭവം അങ്ങയുടെ മക്കള് കാണട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം കർത്താവെ ഈ മക്കളിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും സുഖമാക്കപ്പെടട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറിപ്പോകട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അടിമത്തങ്ങൾ പൊട്ടിത്തകർന്നു പോകട്ടെ. ദുശീലങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ പെട്ടുകിടക്കുന്ന കെണികളിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ മോചനം പ്രാപിക്കട്ടെ. അങ്ങയുടെ ശക്തിയിൽ, അങ്ങയുടെ കരുത്തിൽ, അങ്ങയുടെ സംരക്ഷണത്തില് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മ മാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണീശോയെ, നിങ്ങളുടെ നിറസാന്നിധ്യം ഈ മക്കളുടെ കുടുംബത്തിന്റെ കൂടെ, മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപയുടെ നിറവിൽ നിന്ന് ഈ ജീവിതം ജീവിക്കാൻ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മ മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും അർഹരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിശക്തമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരിയേറെ മക്കള് കുറെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിന്റെ വേദന, നൊമ്പരങ്ങള്, പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമുക്ക് കർത്താവിന്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം സത്യം, സ്ഥിരോത്സാഹത്തോടെ കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. ജോബ് പറയുന്നുണ്ട്, കർത്താവെ, എന്റെ മാംസം അഴുകി ഇല്ലാതായാലും ഞാൻ ഈ ശരീരത്തിൽ നിന്ന് അങ്ങയെ ആരാധിക്കും, അങ്ങയെ സ്തുതിക്കും, അങ്ങയെ പുകഴ്ത്തും എന്ന് പറയുന്നുണ്ട്. ശരീരം അഴുകി ഇല്ലാതായി അസ്ഥിയിൽ നിന്ന് വിട്ടുപോയാലും ഏതവസ്ഥയിലും കർത്താവല്ലാതെ നമുക്ക് ആരുമില്ലെന്നുള്ള തിരിച്ചറിവോടെ നമ്മുടെ വേദനകള്, നമുക്കൊക്കെ വേദനയുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ പെറുപെറുത്ത് പോയിട്ടുണ്ട്. നമ്മള് അതിനെ കോർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയില് നമുക്കറിയാലോ, അനേക ആയിരങ്ങൾ പങ്കുചേരുന്നുണ്ട്. നമുക്കൊരു നിമിഷം ഈ പ്രാർത്ഥനയ്ക്കിടയില് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കൂട്ടായ്മയില് പലവിധ വേദനകളോടെ, ദുഃഖഭാരങ്ങളോടെ, നിയോഗങ്ങളോടെ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും അവസ്ഥകളും രോഗങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും എല്ലാം ചേർത്ത് വെച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. എല്ലാവർക്കും സമാധാനവും ധൈര്യവും ശക്തിയും സഹനശക്തിയും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ആരും നിരാശപ്പെട്ട് തകർന്നു പോകാൻ ഇടയാകാത്ത വിധം കർത്താവെ, അങ്ങയുടെ കരം ഞങ്ങൾ എല്ലാവരെയും താങ്ങി നയിക്കണമേ എന്ന് പരസ്പരം പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ജോഷുവയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനമാണ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ്
നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചേക്കാം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവ് കൽപ്പിച്ചേക്കാം. എന്റെ മക്കളെ, ഇത് നമ്മൾ സ്വന്തമാക്കിയെടുക്കണം. ഈ കൽപ്പന നമ്മൾ കണ്ണും പൂട്ടി ശിരസ വഹിക്കണം. അത് ഏറ്റെടുക്കണം. അതിനുവേണ്ട അഭിഷേകം, അതിനുവേണ്ട കൃപ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്കറിയാലോ, എല്ലാം കൊണ്ടും പ്രതിസന്ധികളാണ്. ഒത്തിരി പരീക്ഷകള്, ഒത്തിരിയേറെ കടമ്പകള്, ഒത്തിരിയേറെ പ്രലോഭനങ്ങള്, ഒത്തിരിയേറെ പ്രതിസന്ധികള്, ഒത്തിരിയേറെ പ്രശ്നങ്ങള്, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിലേ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റും. അതിന്റെ ഭാരം, അതിന്റെ സ്ട്രെസ്, അതിൻ്റെതായ അസ്വസ്ഥതകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്കണ്ഠകള് നമ്മുടെ മക്കളെ ഡിപ്രഷനിലേക്കും ഇതിൽ നിന്നൊക്കെ തന്നെ വേറിട്ട് നിൽക്കാനും ചിലപ്പോഴെങ്കിലും ജീവിതം തന്നെ മടുപ്പിച്ച് അവസാനിപ്പിക്കാനൊക്കെ തോന്നുന്ന രീതിയിലാണ്. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവിന്റെ കൽപ്പന എന്താണ്? ഭയപ്പെടരുത്, ശക്തനും ധീരനുമായിരിക്കുക, പരിഭ്രമിക്കരുത്. കർത്താവ് പറയാ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ കർത്താവിനെ കൂടെ നിർത്തണം. നീ പോകുന്നിടത്തൊക്കെ, എവിടെ പോയാലും അച്ഛൻ എപ്പോഴും പറയും, നിന്റെ കൂടെ ദൈവം ഉണ്ടോ? ഏത് നരകത്തിലും പൊക്കോ, ഏത് കൂട്ടുകെട്ടിലും പൊക്കോ, ഏത് സ്ഥലത്തും പൊക്കോ, പക്ഷെ ദൈവം കൂടെ ഉണ്ടാകണം. നിന്നെ കണ്ടാൽ ആളുകൾ ഭയക്കും. കർത്താവ് കൂടെയുള്ളത് കണ്ടപ്പോ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് കണ്ടപ്പോ എല്ലാവരും അവരെ പേടിച്ചു. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവ് കൽപ്പിച്ചു പറയുക, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം ശരിക്കും മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് മക്കളും അത് അനുഭവിച്ച് നമ്മളും അനുഭവിച്ച് ഈ അഭിഷേകത്തില് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്, ഈശോയുടെ വാഗ്ദാനമാണ്. അത് നമ്മുടെ ജീവിതത്തില് സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, പരീക്ഷ എഴുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളില് ഇന്റർവ്യൂ, അവരെങ്കില് ജോലി സാധ്യതകള്, ജോലി സ്ഥലങ്ങള്, വിദേശ രാജ്യങ്ങള്, വിദൂര സ്ഥലങ്ങള്, പല പല ഓഫീസുകള്, പല പല ഉദ്യോഗസ്ഥര്, അധികാരികൾ, എവിടെ ചെന്നാലും അവരെക്കാളും എല്ലാത്തിനേക്കാളും ശക്തനായ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെയുണ്ട്. കർത്താവേ, അസാന്നിധ്യം കണ്ട് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ദൈവം വിളിച്ച എല്ലാവരുടെയും കൂടെ ഈ കർത്താവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ മക്കളാണ്, അഭിഷേകം ചെയ്യപ്പെട്ട മക്കളാ. ഈ വാഗ്ദാനം നമുക്കും യോഗ്യതയുള്ളതാണ്. മാത്രമല്ല, കർത്താവ് നമ്മോടും കൽപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളത് ശിരസ വഹിക്കുക, ഏറ്റെടുക്കുക, അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വലിയ അഭിഷേകം, ഈ വചനത്തിന്റെ അത്ഭുത ശക്തി കർത്താവെ അങ്ങയുടെ ഈ മക്കളിലും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ശക്തരും ധീരരുമാകട്ടെ, ഭയപ്പെടാതെ പരിഭ്രമിക്കാതെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയെ കൂടെ നിർത്തി ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതുപോലത്തുള്ള ബന്ധം ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയോടുണ്ടാകട്ടെ. അങ്ങ് ഞങ്ങളുടെ മക്കളെ അതുപോലെ അങ്ങയോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ സാന്നിധ്യം അവർക്ക് കാണിച്ചു കൊടുത്ത് അനുഭവവേദ്യമാക്കി ഭയപ്പെടാതെ പരിഭ്രമിക്കാതെ നിരാശപ്പെടാതെ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകത്തക്ക വിധം ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ രോഗപീഠകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, തകർച്ചകള്, ഉത്കണ്ഠകള്, നിരാശകള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് ഏതെങ്കിലും കാര്യങ്ങൾ ഇവരെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ എന്റെ കർത്താവെ ശക്തമായി ഇടപെട്ട് മക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ വചനത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരനാഥന്റെ മുമ്പില് ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി വലിയ പ്രത്യാശയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ
ശക്തി അനുഭവിക്കാനും അതിനനുസരിച്ച് ധാരാളം ഫലങ്ങൾ കാണുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നത് കാണാനുള്ള ഭാഗ്യം അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കള് ഈ ശക്തി സ്വന്തമാക്കി ജീവിക്കട്ടെ. സോയെ, അങ്ങ് ജോഷുവയോട് പറഞ്ഞില്ലേ, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. എന്റെ ദൈവമായ കർത്താവായ ഞാൻ നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അങ്ങ് പറഞ്ഞില്ലേ, വാഗ്ദാനം ചെയ്തില്ലേ? സോയെ, ആ വാഗ്ദാനം ഈ തിരുവചനം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ഈ അഭിഷേകം നൽകണമേ, ഞങ്ങൾക്കും ഈ അഭിഷേകം നൽകണമേ. ശക്തരായിരിക്കാൻ, ധീരരായിരിക്കാൻ, ഭയപ്പെടാതെ പരിഭ്രമിക്കാതെ പരീക്ഷ എഴുതാൻ, ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ കർത്താവേ ഞങ്ങൾക്കിടയാകട്ടെ. അതിനായി അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കൂടെ കർത്താവെ, ഞങ്ങൾ അങ്ങയെ കാണട്ടെ, ഞങ്ങൾ അങ്ങയെ അനുഭവിക്കട്ടെ, അങ്ങയുടെ ശക്തി അനുഭവിക്കട്ടെ. കർത്താവെ, ഒന്നിനും ഞങ്ങളെ ഭയപ്പെടുത്താൻ ഇടയാകാത്ത വിധത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ, ഞങ്ങൾ കാണട്ടെ. കർത്താവെ, വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോഷുവയെ പോലെ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ജോഷിയുടെ കൂടെ എന്ന പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ. വിദേശത്തായിരിക്കുന്ന മക്കള്, ദൂരസ്ഥലത്തായിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്കായി പോയിരിക്കുന്ന മക്കള്, പരീക്ഷാ ഹോളിലായിരിക്കുന്ന മക്കള്, ഇപ്പോൾ പഠിച്ചുകൊണ്ട് മുറിയിലായിരിക്കുന്ന മക്കള്, കർത്താവേ ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങുണ്ടാകണം. കർത്താവേ, അങ്ങുണ്ടാകണം. ഞങ്ങൾക്കോ ഈ ലോകത്തിനോ മറ്റാർക്കുമോ ഞങ്ങളുടെ മക്കളെ സഹായിക്കാൻ പറ്റില്ല. അങ്ങ് കൂടെ ഉണ്ടാകണം കർത്താവേ. ഒത്തിരി വേദനിക്കുന്ന മക്കള്, പഠിക്കാൻ പറ്റാത്ത വിധം വേദനിക്കുന്ന മക്കള്, ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന മക്കള്, ആകുലപ്പെട്ടിരിക്കുന്ന മക്കള്, ഞങ്ങളുടെ മക്കള് പല വിധത്തിൽ വേദനിക്കുന്നുണ്ട്. ഈശോയെ, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയ മക്കള്, ഉറക്കമില്ലാത്ത മക്കള്, അസ്വസ്ഥരായ മക്കള്, ശാരീരിക രോഗത്തിൽ വേദനിക്കുന്ന മക്കള്, മാനസികമായി തകർന്നുപോയ മക്കള്, ഭയത്തിലും നിരാശയിലുമായി പോയ മക്കള്, സ്വയം ഈ മക്കളെ സമർപ്പിക്കുന്ന മക്കളുടെ എല്ലാ അവസ്ഥകളും നിയോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈ വചനം പൂർത്തീകരിച്ച് അത്ഭുതങ്ങള്, അടയാളങ്ങള്, സർവശക്തി പ്രകടമാക്കി കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് ആരോഗ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, ധൈര്യം നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, അവരെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകണമേ. സാമ്പത്തിക മേഖല, ജോലി മേഖല, ആരോഗ്യ മേഖല, ഈശോ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകാനോ തോറ്റു പോകാനോ ഈശോയെ ഇടയാക്കല്ല കർത്താവേ. നീരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക മക്കളുടെ കണ്ണുനീരും അനേക മക്കളുടെ നൊമ്പരങ്ങളും കൂട്ടിച്ചേർത്ത് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. അങ്ങയുടെ മക്കളല്ലേ ഞങ്ങള്, അങ്ങയുടെ സ്വന്തമല്ലേ ഞങ്ങള്, അങ്ങയുടെ അവകാശമല്ലേ ഞങ്ങള്. യേശുവേ, കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളിൽ കനിയേണമേ. ഈശോ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. കർത്താവിന്റെ വലിയ ആശീർവാദത്തിനും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ അങ്ങയുടെ അനുഗ്രഹാശീർവാദം ഞങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം മക്കളെ. ഹല്ലേലൂയ. യേശുവേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കള് ശക്തരാകട്ടെ, ധീരരാകട്ടെ, ഭയമില്ലാതെ ജീവിക്കട്ടെ, പരിഭ്രമിക്കാതെ ജീവിക്കട്ടെ. അതിനായിട്ട് ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ, ഞങ്ങളോടും കൂടെ ഉണ്ടാകട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ, അങ്ങയുടെ നാമത്തിൽ